നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 25-ാം തീയതി. സെപ്റ്റംബർ 25, 2025. 1201 ആണ്ട് കന്നിമാസം 9-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം നല്ല നക്ഷത്രമാണ്. ശുഭനക്ഷത്രം, ശുഭദിനം. ഇന്ന് ശുഭകാര്യങ്ങൾക്ക് എല്ലാം അനുകൂലപ്രദമായ ദിവസമാണ്. എന്ത് കാര്യത്തിന് വേണോ പോവുക. നല്ലൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പരാജയം ഉണ്ടാവുന്ന ദിവസമല്ല. ഇന്ന് കന്നിമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയാം. പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് കിട്ടും. അതുപോലെ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടം ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമാണ്. അതുകൊണ്ട് ഈ വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതുമാത്രമല്ല, ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി, നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു, രാഹുകാല സമയം നോക്കി പോവുക. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം 1:46 തൊട്ട് ആരംഭിക്കും. 3 മണി 19 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഈ സമയം ഒരു ശുഭയാത്രയ്ക്കും എടുക്കരുത്. അതുപോലെ ഒന്നിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 9:17 തൊട്ട് 10:48 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:17 തൊട്ട് 7:47 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. എങ്കിൽ പോലും ഏറ്റവും ശോഭനമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. മുഹൂർത്തമുള്ള ദിവസം മുഹൂർത്തമാണ്. മുഹൂർത്തത്തിൽ വച്ച് ഏറ്റവും മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11:52 തൊട്ട് 12:40 വരെ. ഈ സമയം എന്ത് ശുഭകാര്യത്തിനും നമുക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം ഗുരുവിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ വേണ്ടി മഞ്ഞ വസ്ത്രമോ മഞ്ഞ മിക്സായിട്ടുള്ളതോ സ്വർണ്ണ കളറിലുള്ളതോ വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.